നേടാം, പണം നേടാം. ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ ഗാനം. പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ, കാതരമിഴി നീ കാണക്കാർക്കുയിരുന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ, കാതരമിഴി നീ കാണക്കാർക്കുയിരുന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേരുന്നത് മലയാള സിനിമയിൽ ബാലതാരമായി തുടക്കം കുറിച്ച, പിന്നീട് സജീവ സാന്നിധ്യമായി മാറിയ ഒരു കലാകാരനാണ്. അഭിനേതാവാണ്, ചിത്രകാരനാണ്, നാഷണൽ അവാർഡ് വിന്നറാണ്. ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 101 ചോദ്യങ്ങൾ, അതിനാണ് നാഷണൽ അവാർഡ് കിട്ടിയല്ലേ? ആദ്യത്തെ സിനിമ. അതെ, ആദ്യത്തെ സിനിമ. അതിനുശേഷം ഓഫർ വന്നോ അതോ അഭിനയം? ഇല്ല, അതിനുശേഷം നമ്മൾ 30ഓളം സിനിമകൾ ചെയ്തു. ഓ, അത് ശരി. എന്തായാലും നമുക്ക് കുറേ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് ഈ സിനിമയിൽ വന്നത്, പിന്നെ ചിത്രകാരനാണെന്ന് പറഞ്ഞു. അതെ, പിന്നെ ഒരുപാട് വിശേഷണങ്ങൾ ഞാൻ ആദ്യം ഇൻട്രഡക്ഷനിൽ പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ കാണും. എന്തായാലും തുടങ്ങാം, വരൂ. 101 ചോദ്യങ്ങൾ അല്ലേ, അതിനാണ് അവാർഡ് കിട്ടിയത്, നാഷണൽ അവാർഡ്. ആദ്യത്തെ സിനിമ. പ്രതീക്ഷിച്ചിരുന്നോ? അത് പ്രതീക്ഷിക്കാനും മാത്രമുള്ള പ്രായമൊന്നും എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വന്നേ? സിദ്ധാർത്ഥ് ശിവ എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ വന്നപ്പോൾ കാഷ്വലായിട്ട് ചുമ്മാ ചോദിച്ചാണ്, ഞാനൊരു സിനിമ എടുക്കുന്നുണ്ട്, പോരുന്നെന്ന് ചോദിച്ചു. അന്ന് വളരെ പൊടി പ്രായമായിട്ടോ, നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. എത്ര പ്രായമുണ്ട്? ഇപ്പം എനിക്ക് 22 വയസ്സുണ്ട്. 22. അന്ന് പൊടി എന്ന് പറയുമ്പോൾ എത്ര? ഒരു 10 വയസ്സ്, 11 വയസ്സ്. 10 വർഷം മുമ്പാണ്. 10-12 വർഷം മുമ്പാണ്. 12 വർഷം. പിന്നെ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പം എനിക്കറിയില്ലായിരുന്നു അതൊരു ക്ഷണമായിരുന്നു എന്നൊന്നും. അങ്ങനെ ഞാൻ സിനിമാക്കാരനായി. അതിനുശേഷം 10-20 ചിത്രങ്ങളിൽ അഭിനയിച്ചല്ലേ? 30ഓളം സിനിമ. 30ഓളം. അത് ശരി. ഇപ്പൊ റിലീസായ ചിത്രങ്ങൾ ഏതാണ്? അവസാനം റിലീസായത് ഹോം റിലീസായി. അതിന് 4 എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായിരുന്നു. ഈ ഹോമിന് അവാർഡൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് മിനോൺ ഒരുപാട് പ്രതിഷേധിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പ്രതിഷേധിച്ചിട്ടുണ്ടായില്ലായിരുന്നു. അല്ല, അങ്ങനെ വാർത്താവിന് മാത്രമുള്ള രീതിയിലൊന്നും ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മേശയുടെ ചുറ്റും കൂടിയിരുന്ന് 4-5 പേര് തീരുമാനിക്കുന്ന അല്ല വലുത്, മറിച്ച് ജനോപലക്ഷങ്ങൾ കണ്ടിട്ട് അവര് തരുന്ന കയ്യടിയാണ് ഏറ്റവും വലിയ നാഷണൽ അവാർഡ്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ സെഗ്മെന്റിലോട്ട് കയറുകയാണ്. ഓക്കെ, കേറി വാടാ മക്കളെ. എല്ലാ ചോദ്യങ്ങളും ചട്ടമ്പി നാട് എന്ന ചിത്രത്തിൽ നിന്നാണ്. അയ്യോ, അടിപൊളി. എവിടാ നാട്? എൻ്റെ നാട് ആക്ച്വലി ആലപ്പുഴയാണ്. ഞാനിപ്പോൾ എറണാകുളത്തൊരു 4-5 വർഷമായിട്ട് താമസിക്കും. അപ്പോൾ നമ്മുടെ സ്ഥലക്കാരനാണ്, ഞാൻ അമ്പലപ്പുഴയാണ്. അറിയാം. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കയറുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ഈ സിനിമ ആരംഭിക്കുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ എ കഥയോടുകൂടി, ഓപ്ഷൻ ബി ഗാനത്തോടുകൂടി, ഓപ്ഷൻ സി സംഘടന രംഗത്തോടുകൂടി. ആരംഭിക്കുന്ന ഒരു ഗാനത്തോടു കൂടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ബി ഗാനത്തോടുകൂടി. അതെ, ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. പിന്നെ നിങ്ങൾ എത്ര പേരാണ്? എനിക്കൊരു അനിയത്തിയുണ്ട്, അച്ഛൻ, അമ്മ, ഞങ്ങൾ 4 പേരുള്ള സന്തുഷ്ട കുടുംബം. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഈ സിനിമ അഭിനയം ഇരിക്കട്ടെ, ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവില്. വരയാണ്, ആർട്ടിസ്റ്റാണ്. ഞാൻ വീട്ടിലിരുന്ന് ഇപ്പോൾ ഒരു കുഞ്ഞു സ്റ്റുഡിയോ പോലെ. എങ്ങനെയാണ് ഈ വര വന്നത്? എനിക്ക് കിട്ടിയതോ? അച്ഛനും അമ്മയൊക്കെ ആർട്ടിസ്റ്റുമാർ തന്നെയാണ്. അമ്മ വരയ്ക്കും, അച്ഛൻ ശില്പിയാണ്. അച്ഛനും പണ്ട് വരച്ചിരുന്ന ആളാണ്. മിനോൺ ഇപ്പൊ 22 വയസ്സായി. എനിക്ക് 22 വയസ്സ്. ഇനിയിപ്പോ എത്ര നാള് നമ്മൾ കാത്തിരിക്കണം താങ്കളുടെ വിവാഹത്തിന്? അറിയില്ല, എനിക്കറിയില്ല. പ്രണയമുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടാവണമല്ലോ. കാരണം ഒരു കലാകാരൻ, ഒരു ശില്പി, അത് മാത്രമല്ല ഒരു ചിത്രകാരൻ എന്നും കൂടെ പറയുമ്പോഴത്തേക്ക് മനസ്സിലൊരു ചിത്രമുണ്ട്. അതൊരു രവിവർമ്മ ചിത്രമാണോ അതോ ആരുടെ ചിത്രമാണ് മനസ്സിൽ? ഉണ്ട്, മനുഷ്യനാണ്, ഉണ്ടാവണം. അത് എറണാകുളത്ത് തന്നെയാണോ? ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്.
ഇത് പൈസ കിട്ടുന്ന ചോദ്യമാണോ? എന്ത് വേണേ തരാം. എന്നാ പൈസ എനിക്ക് വേണ്ട. ബി ഗാനരംഗത്തോടുകൂടി. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറി പാടാ മക്കളയിൽ. ഇതാ രണ്ടാമത്തെ ചോദ്യം. ഒരു ഓഡിയോ ആണ്, കേൾക്കാം. ഇവരിൽ ആരാണ് ഈ ഗാനരംഗത്തിൽ അഭിനയിച്ചിട്ടില്ലാത്തത്? നോട്ട് ദ പോയിന്റ്. അഭിനയിച്ചിട്ടില്ലാത്തത്. എ മൈഥിലി, ബി സുബ്ബലക്ഷ്മി, സി പ്രിയങ്ക. പ്രിയങ്കയാണോ സുബ്ബലക്ഷ്മി ആണോ എന്നുള്ള എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് നക്ഷത്രം? നിങ്ങൾക്ക് നക്ഷത്രം ഇല്ലല്ലേ? അതോ നക്ഷത്രം ഉണ്ടോ? എന്റെ നക്ഷത്രമാണോ? എനിക്ക് വലിയ ധാരണയില്ല, അറിയില്ല. നക്ഷത്രവശാലാണെങ്കിൽ ഞാൻ പറയായിരുന്നു. ഓക്കെ. പ്രിയങ്കയാണെന്ന് തോന്നുന്നു. സി പ്രിയങ്ക. ഞാൻ എടുത്ത് വെച്ച് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. താങ്ക് യു. താങ്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ. അതൊരു വലിയ ക്രെഡിറ്റ് ആണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്രെഡിറ്റ് ആണ്. കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയും സ്കൂളിൽ വിടണ്ടാന്ന് തീരുമാനിക്കുന്നിടത്തായിരുന്നു. അവർ വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ കൂടി ആയിരുന്നു. അവർ സ്കൂളിൽ വിടണ്ടാന്ന് തീരുമാനിക്കുന്ന അവർക്ക് അങ്ങനെയുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ പുറത്തു കൂടിയാണ്. അവർക്ക് നല്ല രീതിയിൽ റൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസത്തിൻ്റെ ബേസ് അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 വയസ്സിന് ശേഷം സ്കൂളിലേക്ക് അവർക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വിടാനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പഠിപ്പിച്ച അച്ഛനും അമ്മയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. 10 വയസ്സ് വരെ അവർ സ്കൂളിൽ പോയിട്ടില്ല. 10 വയസ്സ് വരെ നമ്മളെ യാത്ര ചെയ്യാനും കാട് കാണിക്കാനും കുറേ ട്രാവൽ ചെയ്യിക്കുകയൊക്കെ, പിന്നെ എഴുതാനും വായിക്കാനും ഒക്കെ നമ്മൾ ആ സമയപ്പോഴേക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. വായന അത്യാവശ്യം അവർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടായിരുന്നു. അവർ വലിയ വായനക്കാരാണ്. പഠിക്കാൻ ഇഷ്ടമുള്ള മനുഷ്യരായിട്ട് അവർ നമ്മളെ വളർത്തി എന്നുള്ളതാണ്. അല്ലെ, എങ്ങനെയായാലും അവരെ കാണിച്ചിരുന്ന തറ പറ എന്ന് അവർ പറഞ്ഞാലേ നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെയും പറഞ്ഞു തന്നില്ലേ? ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ തറ പറ എന്നെങ്ങനെയാണ് എഴുതാൻ പറ്റുകയെന്ന് ഞാനാണ് ചോദിക്കുന്നതെങ്കിലോ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ എന്താ ഈ പുസ്തകത്തിൽ നോക്കി ഇങ്ങനെ നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ തറാന്ന് എഴുതുന്നത്? എങ്ങനെയാ പറന്ന് എഴുതുന്നത്? ഇതൊക്കെ എല്ലാ കുട്ടികൾക്കുള്ള സംശയമാണ്. നമ്മൾ അവിടെ ഒരിക്കലും അത് മീനോൺ അങ്ങനെ ചോദിച്ചു. യെസ്, അങ്ങനെ ചോദിച്ചപ്പോൾ അവർ എഴുതി കാണിച്ചു. ചോദിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. കാരണം അതിനുശേഷം അവർ എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ അവർ പിന്തുടർന്ന് വന്നിട്ടുള്ള അവരുടെ രീതി എന്ന് പറയുന്നത് ഞങ്ങളുടെ സംശയങ്ങളെ ഒരിക്കലും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരായിരുന്നില്ല അവർ. നമ്മുടെ ഏറ്റവും ചെറിയ ചെറിയ സംശയങ്ങളെപ്പോലും അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയും അതിനൊക്കെ അവർ പരമാവധി ഉത്തരം തരാൻ ശ്രമിക്കുകയും അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയും, അറിയാവുന്നവരെ കാണിച്ചു തരികയൊക്കെ ചെയ്ത്. ഞാൻ അതാണ് രത്ന ചുരുക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത്. അവർ തന്നെയാണ് ഒരു സ്കൂളിൽ പോകാതെ തന്നെ അച്ഛനും അമ്മയും ഒരു മകനെ വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അക്ഷരങ്ങൾ എഴുതി കൊടുത്ത് എല്ലാ വിഭാഗത്തിലുള്ള എങ്ങനെ യാത്ര ചെയ്യണം എന്ന് കൊണ്ട് എത്തിച്ചു 10ാം ക്ലാസ് വരെ. മിനോൺ ഒരു മാതൃകയാണ്. സ്കൂളിൽ പോകാതെ തന്നെ അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ എല്ലാ പാഠങ്ങളും പഠിച്ചു എന്നുള്ളത് ഞാൻ വലിയൊരു കാര്യം. സി പ്രിയങ്ക. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു കേറിവാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം. സിനിമയിൽ ജനാർദ്ദനൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് എന്താണ്? എ വടിവാൾ വാസു, ബി മേൽത്തറ രാമൻ, സി ആൽത്തറ രാജൻ. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എനിക്കറിയാം. ഇത് ഈ സിനിമ ആക്ച്വലി എങ്ങനെയാണ് ഇവിടെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് അറിയണം. വേറൊന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാവരും വിളിക്കുന്നത് മല്ലയ്യ മല്ലയ്യ എന്നാണ്. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ, നമ്മളിനി എങ്ങോട്ട് പോകും മല്ലയ്യ, എന്തൊക്കെയുണ്ട് മല്ലയ്യ എന്നൊക്കെയാണ് ഞാൻ വിളിക്കുക. എനിക്ക് അത്രയും പ്രിയപ്പെട്ടൊരു സിനിമയാണ്. എൻ്റെ കഥാപാത്രങ്ങളൊക്കെ പേര് എനിക്കറിയാം. ഈ കഥാപാത്രത്തിൻ്റെ പേര് വടിവാൾ വാസു എന്നാണ്. പിന്നീട് കാലൊക്കെ ഒടിഞ്ഞതിന് ശേഷം, ഒരു ആക്സിഡൻ്റ് ആയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ പേര് കസേര വാസു എന്നായിട്ട് മാറുന്നുണ്ട്. അപ്പം എ വടിവാൾ വാസു. ഞാൻ എടുത്തിട്ട് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. 8ാം വയസ്സിൽ ആദ്യമായി പെയിന്റിംഗ് പ്രദർശനം നടത്തി. അതിനുശേഷം 79ഓളം എക്സിബിഷനുകൾ നടത്തി. അതെ, എന്ത് പറയുന്നു മിനോൺ? എനിക്ക് എൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമൊക്കെ ശരിക്കും ഉണ്ടാക്കി തന്നത് എക്സിബിഷൻസ് ആണ്. എക്സിബിഷൻ. അപ്പോൾ ഈ
പെയിന്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണ്? ഇത് കുറച്ച് മോഡേൺ ആണ്, കുറച്ച് അബ്സ്ട്രാക്റ്റ് ആണ്, കുറേയൊക്കെ ഞാനാണ്. ഞാൻ പാരീസിൽ യാത്ര പോയിരുന്നു. അപ്പം അവിടെ ഒരു തെരുവിൽ ഒരു സ്ട്രീറ്റ് ഞാൻ പോകുമ്പോഴത്തേക്ക് ഒരാൾ അവിടെ ഇരുന്നിട്ട് ഒരു സ്ത്രീ ഇരുത്തി വരയ്ക്കുന്നു. അപ്പോൾ വേറെ ക്യൂ നിൽപ്പുണ്ട്, 2 പേര് വേറെ. ഇദ്ദേഹം ഏകദേശം വളരെ പെട്ടെന്നാണ് വരച്ചിട്ട് ഒരു പേപ്പർ കൊടുക്കുന്നു, 10 യൂറോ വാങ്ങിക്കുന്നു. ഞാൻ അങ്ങനെയാണ് ജീവിച്ചത് കുറേ കാലം. ജീവിച്ചത്. എനിക്കൊന്നും ഒരു 8-9 വയസ്സ് ആവുമ്പോൾ മുതൽ ഞാൻ ആക്ച്വലി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അതെ, അച്ഛനും അതെ, അമ്മയും അതെ. ഞാൻ ഒരിക്കലും ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല. അതായത് എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊരു ഒരു കുട്ടിയായിട്ട് എന്നെ അതെ, എൻ്റെ അനിയത്തിനെ അതെ, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ അങ്ങനത്തെ ഒരു നമ്മളെപ്പോഴും ഒരു മുതിർന്ന മനുഷ്യനെ പോലെയാണ് അവർ നമ്മളോട് എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. അതായത് വീട്ടിലൊരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു അരി വാങ്ങിക്കണം, അത് നിസ്സാരമായിട്ടുള്ള കാര്യം എന്നല്ല പറയുന്നത്, ഇങ്ങനെ സാധാരണ കുട്ടികളുടെ അഭിപ്രായം ചോദിക്കാത്ത കാര്യങ്ങളാണ്. അപ്പം നമ്മളത് വേണോ, ഇത് വേണോ, എന്ത് വേണം, എങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമ്മളോടും കൂടെ ചോദിച്ചിട്ടാണ് അവർ ഒരു തീരുമാനം. നമ്മളവിടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്, നമ്മളവിടുത്തെ വീട്ടിലെ ഏണിംഗ് മെമ്പറാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള വരുമാനം ഉണ്ടാക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാനും കൂടെ ചേർന്നുള്ള, ഞാനും കൂടെ പണം വരച്ചുണ്ടാക്കുന്ന പൈസ നിന്നായിരിക്കും അരി വാങ്ങിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ താങ്ങി നിർത്തുന്ന ഒരു സ്ട്രോങ് പില്ലറായിട്ടാണ് അവർ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോഴും അതെ, എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതെല്ലാം പോയി, എൻ്റെ എല്ലാം പോയി, സിനിമ പോയി, എല്ലാം പോയതിന് ശേഷം നമുക്കറിയില്ലല്ലോ ഇതൊക്കെ എങ്ങനെയായി തീരുമെന്നുള്ളത്. ഇതെല്ലാം കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ പോലും എന്നെ പെട്ടെന്ന് ഒരാൾ പൊക്കിയെടുത്ത് നേരെ ഫ്രാൻസിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ എവിടെയും കൊണ്ടിട്ടു. എനിക്കറിയാത്ത ഭാഷയാണ് ചുറ്റുമുള്ളവർ സംസാരിക്കുന്നതെങ്കിൽ പോലും എനിക്കൊരു പേനയോ പേപ്പറോ എന്തെങ്കിലും കിട്ടിയാൽ മതി, എനിക്ക് അവിടെ നിന്ന് അതിജീവിക്കാൻ എന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോഴും ഉണ്ട്. ഒരു പേപ്പറും ഞാനിപ്പോഴും അതെ, ബാംഗ്ലൂരൊക്കെ ചില സമയത്തൊക്കെ പോകുമ്പോൾ ഞാനിതുപോലെ എന്നെ അറിയാത്ത മനുഷ്യരുടെ ഇടയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മാളിൽ കയറിയിട്ട് ഞാനൊരു പേപ്പറൊക്കെ എടുത്തിരുന്നിട്ട് അവിടെ നിന്ന് വരയ്ക്കും. എത്ര നേരം കൊണ്ട് വരയ്ക്കും? ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ഒരാൾ എനിക്ക് വരച്ചു കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പൈസ പെൻസിലുകൊണ്ട് ഞാൻ പല രീതിയും ചെയ്യാറുണ്ട്. ഇപ്പോൾ പെയിൻറ്റിങ്ങൾ ചെയ്യാറുണ്ട്, പെൻസിൽ ചെയ്യാറുണ്ട്, പെയിൻറ്റിങ് ലൈവുകൾ നമ്മൾ സ്റ്റേജിലൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ കുറേ കൂടുതൽ സമയം എടുക്കത്തില്ല? ഇല്ല, എൻ്റെ ഒരു കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യുന്നൊരു രീതിയാണ്, ഒരു ആക്രിലിക്കിൽ അങ്ങനെ ചെയ്യുന്നൊരു രീതി ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റേജിലേക്ക് വേണ്ടി. ഞാൻ അങ്ങനെ ബാംഗ്ലൂർ പോയി ചെയ്യും, ബാക്കി ഒരുപാട് ഞാൻ പല സ്ഥലത്തും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഓഫ് കോഴ്സ് നമ്മളൊരു പണിയല്ലേ എടുക്കണം. പിന്നെ തീർച്ചയായിട്ടും 100%. വടിവാൾ വാസു തെറ്റത്തില്ല. ഉത്തരം ശരിയാണ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത് കറക്റ്റ്. കേറിവാടാ മക്കളയിൽ 4ാമത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനോടാ. എന്താ സംഭവം? രസമൂലം കാണിച്ചിട്ട് തല്ലി ചതക്കുക. കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ, ഇപ്പൊ ഇവിടെ പുതിയ CI അല്ലേ താമസിക്കുന്ന? ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ചോദ്യം, ആരുടെ വീട് എന്ന് തെറ്റിദ്ധരിച്ചാണ് ദശമൂലം ദാമു CIയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? A. രമേശ്, B. സുരേഷ്, C. സജീഷ്. തോന്നുന്നത് സുരേഷ് ആണെന്നാണ്. B. സുരേഷ്. ഞാൻ എടുത്ത് വെച്ച് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കാട് കാണാനും യാത്ര ചെയ്യാനും ഒക്കെ ഇങ്ങനെ പ്രേരിപ്പിച്ചു എന്ന്. എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എവിടെയൊക്കെ പോയി? കേരളത്തിലെ ഏതാണ്ട് എല്ലാ കാട്ടിലും നമ്മൾ പോയിട്ടുണ്ട്. കുഞ്ഞിലെ തന്നെ അച്ഛനമ്മയും കൊണ്ടുപോയിട്ടുണ്ട് കാട്ടിൽ. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ 2010 വരെ കേരളത്തിനോടനുബന്ധിച്ച് ഒരു സൗത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ള മിക്ക ജനകീയ പ്രക്ഷോഭങ്ങളിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും സമരങ്ങളിലും എല്ലാ സ്ഥലത്തും നമ്മളെ കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ ഒരു ആദിവാസി സമരങ്ങളായിരിക്കും, അപ്പോൾ അവിടെ നമ്മളെ കൊണ്ടുപോകും. നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പുസ്തകത്തിലൂടെ വായിച്ച് കിട്ടേണ്ട പല സാധനങ്ങളും നമ്മൾ ഈ പറയുന്ന പോലെ നേരിട്ട് പോയി കണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ചായ്വുള്ള മനുഷ്യനാണോ? അല്ല, ഞാനൊരു 100% പൊളിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഒരു രാഷ്ട്രീയ മനുഷ്യനാണെന്ന് പറയാനാണ് ഞാൻ പലപ്പോഴും എന്നെക്കുറിച്ച് എന്നെ ഇഷ്ടപ്പെടുന്നത്. പാർട്ടിക്കാരനാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ പൊളിറ്റിക്സ് 100% മിനോണിസമാണ്.
ആ. എൻ്റെ തന്നെ രാഷ്ട്രീയമാണ്. ഞാൻ ചോദിക്കാൻ കാര്യം ഒരുപാട് പ്രക്ഷോഭങ്ങളിൽ പങ്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് നമ്മൾ കുഞ്ഞിലെ മുതൽ അച്ഛനും അമ്മയും ലൈക്ക് ഭാവിയിൽ ഇവർ വളർന്ന് വലുതാവുമ്പോൾ അയ്യോ എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല, അതെന്തോ വലിയ അപരാധമാണ്, പ്രശ്നമാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അരാഷ്ട്രീയ മനുഷ്യരായിട്ടൊന്നും വളർന്നു വരരുതെന്ന് അവർ ഉറപ്പായിട്ടും കുഞ്ഞിലെ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ നമ്മളിങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് പോകുന്നത്. ഇതൊന്നും ആൾക്കാർ വെറുതെ ചെയ്യുന്നതല്ല, ഇതൊക്കെ അവർ അത്രയും പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ചെയ്യുന്നതാണ് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൊച്ചിലെ തന്നെ മനസ്സിലാക്കിയത്. ഇങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ആക്ച്വലി സംഭവിക്കുന്നത്. നമ്മളൊരു നല്ല മനുഷ്യനാവാനുള്ളൊരു വിദ്യാഭ്യാസം ആദ്യം കൊടുത്തതിന് ശേഷം അവർ പിന്നീട് അക്കാഡമിക്സിലേക്കൊക്കെ വരട്ടെ എന്നാണ് അവർ ശരിക്കും ചിന്തിച്ചത്. ഒരു ക്യാരക്ടർ ആദ്യം ബിൽഡ് ചെയ്യട്ടെ, ഒരു നല്ല മനുഷ്യനായിട്ട് അവർ ആദ്യം വളരട്ടെ, അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിരുന്നു. അപ്പോൾ അത് എന്നെ പൊളിറ്റിക്കലാക്കിയിട്ടുണ്ട്, എന്നെ ഒരു നല്ല മനുഷ്യനാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും ഈ പൊളിറ്റിക്കൽ നമുക്ക് മാറ്റി നിർത്തിയിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് മാറി എന്ന് നമുക്ക് വിചാരിക്കാം. അതിനൊരു വലിയ കൈഡിയായിരുന്നു. ഇല്ല, നല്ലൊരു മനുഷ്യൻ ഉറപ്പായിട്ടും നല്ല രാഷ്ട്രീയമുള്ളവനായിരിക്കും. അതൊരിക്കലും കക്ഷി രാഷ്ട്രീയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, സോ ബി സുരേഷ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു അത്. സോ കേരിവാട മക്കളയിൽ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ചോദ്യം. കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? എ സിദ്ദിഖ്, ബി മനോജ് കെ ജയൻ, സി ജനാർദ്ദനൻ. സിദ്ദിഖ്. എ സിദ്ദിഖ് ആണ് ഉത്തരം നൽകിയിരിക്കുന്നത്. മാറ്റി പറയാൻ പറ്റില്ല. ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. മാറ്റി പറയാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ മൃഗങ്ങളുമായി ഒരുപാട് അടുപ്പമുണ്ടല്ലേ? ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ പക്ഷി മൃഗാദികൾ ഒക്കെ ഉണ്ടോ, അതോ ഇഷ്ടമാണെന്ന് മാത്രമേ ഉള്ളൂ? ഞാൻ ആലപ്പുഴയിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു വീടിൻ്റെ ചുറ്റുപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കാടായിട്ടേ തോന്നുള്ളായിരുന്നു. കാട് പിടിച്ച് അപ്പം നമ്മുടെ റിലേറ്റീവ്സ്, അച്ഛൻ്റെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി എന്ത് അലമ്പായിട്ടാണ് ഈ വീട് സൂക്ഷിക്കുന്നതൊക്കെ ചോദിക്കായിരുന്നു. വീട്ടിൽ ചിലപ്പോൾ പാമ്പ് വരെ ഉണ്ടാവുമായിരുന്നു എന്ന് പറയുന്ന പോലത്തെ പാമ്പൊക്കെ ഉണ്ടാവും നമ്മുടെ സ്ഥലത്ത്. എല്ലാ ജീവികളും ഉള്ളൊരു വരികയും പോവുകയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഇടമായിരുന്നു നമ്മുടെ വീട്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എക്സ്ട്രീം ഓപ്പോസിറ്റാണ്. അവിടെ ഇതൊന്നും അലോഡല്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അവിടെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ട്. മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. നേച്ചറുമായിട്ടുള്ളൊരു ബന്ധം അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് ഈ പട്ടികൾ, പൂച്ചകൾ, ഏത് ജീവികളായിക്കോട്ടെ, ഇപ്പോൾ കാക്ക പോലുള്ള ഒരു പക്ഷീനെ പോലും വഴി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പക്ഷിയാണ് കാക്ക. ലൈക്ക് എനിക്ക് ഇവരോട് ഒരു കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും സാധ്യമാവുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എന്നെ ഞാനായിട്ട് മനസ്സിലാക്കുന്നത് ശരിക്കും ഇവരൊക്കെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു പട്ടി ചിലപ്പോൾ ഒരു മനുഷ്യനോട് ഞാൻ പറയുന്നതിനേക്കാളും ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് എന്നോട് റിയാക്ട് ചെയ്യുന്ന എനിക്ക് തോന്നാറുണ്ട്. ലൈക്ക് അവരീ പറയുന്ന പോലെ നമ്മളെ ഇപ്പം മിനോണായിട്ടൊന്നുമല്ല, എന്നെ ഒരു ബേസിക് മനുഷ്യനായിട്ടായിരുന്നു അവർ പലപ്പോഴും കാണും. ഈ കണ്ണൂർ എയർപോർട്ടിൽ ഒരു ചിത്രം വെച്ചിരിക്കുന്നത് അത് മിനൻ്റെ ആണോ? അത് ആക്ച്വലി അവിടെ ഒരുപാട് ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ അവിടെ ഉണ്ട്. എനിക്ക് അവിടെ ഏറ്റവും പ്രായക്കുറവുള്ള ഒരാൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാനാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഒരു 45 above 50 above ആയിട്ടുള്ള ആർട്ടിസ്റ്റുമാരാണ്. അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് 18-19 വയസ്സാവുന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്? എൻ്റെ ഒരു ലാസ്റ്റ് 2015 ഞാൻ എക്സിബിഷൻ ചെയ്യുന്ന സമയത്താണ്. അവിടെ ഞാൻ വലിയൊരു തെയ്യത്തിൻ്റെ പടം വരച്ചിരുന്നു. അപ്പം അത് ഇതിൻ്റെ ഡിസൈനിങ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവിടെ എൻ്റെ എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നിരുന്നു. പല സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആൾക്കാർ എൻ്റെ എക്സിബിഷൻ കാണാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്കൊരു നല്ലൊരു ഓഡിയനെ ഞാൻ ആക്ച്വലി ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ സമയത്ത് എക്സിബിഷൻ കാണാൻ വന്നപ്പോഴാണ് ഓൾറെഡി ഇവിടുത്തെ വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട്. അവർ ചെയ്തു വെച്ചിട്ടുള്ള ചില വർക്കുകളിലൊന്നൊക്കെ അവർ സാറ്റിസ്ഫൈഡും അല്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണ് അവർ എൻ്റെ എക്സിബിഷൻ കാണാൻ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് അവരവിടെ കണ്ടു. അപ്പോൾ അവരതുപോലത്തെ ഒരു വർക്ക് വേണം, അവർക്കൊരു ഓർഡർ തരാനുണ്ട് എന്നൊക്കെ സംസാരിച്ചു. വലിയൊരു ഓർഡർ, അതുപോലത്തെ ഇപ്പം ഞാൻ അതിനോട് സിമിലർ ആയിട്ടുള്ള വലിയൊരു വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പറയാറൊന്നും ആയിട്ടില്ല. അത് അങ്ങനെ വരുന്നതാണ് എക്സിബിഷൻ. നമുക്ക് അങ്ങനെയൊക്കെയാണ് വലിയൊരു കാര്യമല്ലേ, കാരണം ഇത്രയും വലിയൊരു VIP റൂംസിലെ പെയിന്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഇനിയും ഉയരങ്ങളിലോട്ട് പോട്ടെ, പുതിയ സിനിമകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സോ ഉത്തരം പറഞ്ഞിരിക്കുന്നത് എ സിദ്ദിഖാണ്. സിദ്ദിഖ് ഉത്തരം ശരിയാണ്. 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. മിനൻ, നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ രാത്രി 8 മണിക്ക് വീണ്ടും കൂടാം. പക്ഷേ സഹോദരി മിന്റു കൂടെ കൂടുന്നതായിരിക്കും അല്ലേ? അതെ അതെ, കൊണ്ടുവരൂ. ഞാൻ കൊണ്ടുവരാം. സോ നമുക്ക് നാളെ രാത്രി വീണ്ടും കാണാം വിത്ത് യുവർ സിസ്റ്റർ. അതുവരേക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിങ്ങളുടെ സൗഹൃദം എങ്ങനെയാണ്? നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ? ഏറ്റവും അടുത്ത നല്ല കൂട്ടുകാരാണ് ആര്? ഞങ്ങൾ രണ്ടുപേരും. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എല്ലാ കാര്യങ്ങളും പറയും. ഞങ്ങൾ ശരിക്കും കൂടുതലും അങ്ങനെ ഒരു സൗഹൃദ ലെവലിലാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. എനിക്ക് ഒരൊറ്റ നോട്ടം മതി ഒരാളെ മനസ്സിലാക്കാൻ. ഞാനൊരു 10 വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളുടെ കഥയല്ല സിനിമയിൽ ചെയ്യുന്നത്. ഒരു 1-2 വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളുടെ കഥയാണ്. അവൻ്റെ കൂടെ പഠിച്ചവരാണ് നമ്മുടെ ചുറ്റിനും ഉള്ളത്. അവരുടെ ഫാമിലിയുടെ അതേ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അവരുടെ അച്ഛനും അമ്മയായിട്ടൊക്കെ അടുത്തൊരു ബന്ധം നമുക്ക് ആ സിനിമ കൊണ്ടുണ്ടായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭവിക്കും. അതായത് ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് താങ്കൾ ക്യാമറ ചലിപ്പിക്കും. എനിക്ക് കുറച്ചുകൂടെ നല്ല ക്യാമറമാനെ വേണം.